കൊണ്ടുവന്നപ്പോഴെന്ന് പറയാൻ കാലെല്ലാം വളഞ്ഞിങ്ങനെ റാവോലൊക്കെ ഇരുന്നതാ. ഇപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ല. അമ്മക്ക് കൈ ഒന്ന് പൊക്കാവാ. ഇപ്പൊ ഞാൻ നടക്കുന്നു, മറ്റേത് വാക്കറി പോലും നടക്കാൻ പറ്റത്തില്ല. ബെൽറ്റ് കെട്ടി 2 ആഴ്ച കൊണ്ട് ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. ഞാനിവിടെ വന്ന് വൈദ്യരെ കണ്ടു, ഒറ്റ ട്രീറ്റ്മെന്റ് ബെൽറ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എന്നെ തിരിച്ചു വിട്ടു. വന്നപ്പോ ബെൽറ്റ് ഇട്ടു, തിരിച്ചു ബെൽറ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ നേരത്തെ ഈ മുട്ട് മടങ്ങില്ലായിരുന്നു അല്ലേ? സ്റ്റെയർ കയറാൻ പറ്റില്ലായിരുന്നു. സ്റ്റെപ്പ് പോലും കയറാൻ പറ്റത്തില്ലായിരുന്നു. സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഒരു ഷൂ ഹാട്ട് ചെയ്തു. ഒരു പ്രശ്നം ഇതല്ല. ഈ നിൽക്കുന്ന 4 പേര്, ഇവര് 4 പേരും ചെന്നൈന്ന് വന്നവരാ. 2 முட்டி ப்ராப்ளம். இப்போ அவனால பெண்ட் பண்ண முடியாம இருந்தது. இப்போ அவனால ஈஸியா பெண்ட் பண்றான். എന്നുവെച്ചാൽ ബൈപ്പാസ് ചെയ്യേണ്ടതും ആൻജിയോഗ്രാം ചെയ്യേണ്ടതും ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതായ രോഗം പോലും ഞാൻ ഒരു മരുന്നും ഇല്ലാതെ ഹാർട്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് മാറ്റും, വെല്ലുവിളിച്ചോണ്ട് മാറ്റും. അതായത് ഇവിടെ വന്നിട്ട് ഒരാള് പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല. ഒരു രോഗി രോഗമുക്തനായി പോകുന്നതിന് 4500 രൂപ വാങ്ങിക്കാറുണ്ട്. 18 വർഷമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരാൾ 10 വർഷമായിട്ട് ദാ മുച്ചക്ര വണ്ടിയിൽ ലോട്ടറി വിൽക്കുന്ന ഒരാൾ, ആ ചേട്ടനാണ് ഇപ്പം ഈ നടന്നു വരുന്നത്. ഇതിന് കാരണം ഒന്നേ ഉള്ളൂ. നേരെ മുകളിൽ കാണുന്ന ആ സാഹിബ് ശ്രീ വൈകുണ്ഠം. ഞാൻ ലോട്ടറി വിറ്റോണ്ടിരുന്നാണ് തോന്നുന്നു, എന്നെ ബലമായി പിടിച്ചോണ്ട് വന്നേ. നിന്നെ ഞാൻ നടത്തി തരാമെന്നും പറഞ്ഞു അങ്ങനെ വിളിച്ചിട്ട് വന്നാ. ഈ 3 വണ്ടിയിലായിട്ട് എത്ര നാളായി? ഇപ്പം 6 വർഷമായിട്ട് ഇവിടെയായിരുന്നു. ഇയാൾ അവിടെ നിന്ന് ഇങ്ങനെ എന്നെ കാണുമ്പോഴും നമസ്കാരം സാറേ എന്നൊക്കെ പറയും. ഞാൻ ഇന്നാരും ആണെന്നൊന്നും ഇയാൾക്ക് അറിഞ്ഞൂടാ. ഭാഗ്യക്കുറി എടുക്കാൻ ചെല്ലുന്ന രീതിയിൽ നമ്മളെ പലരെയും ഇയാൾ വിളിക്കും. ഭാഗ്യക്കുറി കച്ചവടമല്ലേ, ഭാഗ്യക്കുറി എടുക്കാൻ. അപ്പം ഇയാൾ വാടക, ഞാൻ ഇയാളെ നടത്തി തരാമെന്ന് പറഞ്ഞു. ഇയാൾ എന്നിട്ടും 2-3 മാസം വന്നില്ല. വരാതിരുന്ന് ഒരു ദിവസം ഞാൻ പറയടേ ഇയാൾ ഈ കുന്തൊക്കെ എടുത്ത് വാങ്ങി വാടക ഇങ്ങോട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇയാൾ വരുന്നത്. ഒരു ലക്ഷണമായിട്ട് 5 രൂപ പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഒരു 5 രൂപ സാറിന് ലക്ഷണമായിട്ട് പോലും വെള്ളം പോലും കൊടുത്തിട്ടില്ല. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പൂർണ്ണമായിട്ടും 100% അഭിമാനത്തോടെ. കാരണം വെച്ചാൽ ഈ പറയുന്ന ഹോസ്പിറ്റലൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ വൈദ്യരൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പണിയായിട്ട് നടക്കുമ്പോൾ നമ്മൾ വലിയ പാവമായി പോകും. ആ ഒരു സന്തോഷം നോക്കിയല്ലേ, അതൊരു ഭയങ്കര സന്തോഷം. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം 18 വർഷത്തെ ആ ഒരു സന്തോഷം. അതെല്ലാം നോക്കി നിൽക്കുന്ന അമ്മേനെ ആലോചിച്ച് നോക്കിയേ. അമ്മ അതെല്ലാം ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാത്ത കാര്യമാണല്ലേ അമ്മ കാണുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് ഇവരെല്ലാവരും കൂടി എടുത്തുകൊണ്ട് വന്ന ആളാണ് ഈ കുത്തിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ പ്രാവശ്യം 20 മിനിറ്റ് സമയം പോലും എടുത്തിട്ടില്ല, അമ്മ കുത്തിയിരിക്കാൻ തുടങ്ങി. വൈദ്യരോട് ഞാൻ പറയും കൊണ്ടുപോകാൻ നമുക്ക് റെഡിയാക്കാം, നോക്കട്ടെ നാളെ നോക്കട്ടെ തന്നെ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നപ്പോഴെന്ന് പറയാൻ കാലെല്ലാം വളഞ്ഞിങ്ങനെ റാവോലൊക്കെ ഇരുന്നതാ. ഇപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ല. അമ്മക്ക് കൈ ഒന്ന് പൊക്കാവാ. ഈ കൈ അമ്മക്ക് പൊങ്ങ. അമ്മ ഇങ്ങനെ എന്റെ കൈ നേരെയാക്കിയ കാരണം അമ്മ കൈ പിടിച്ചോളേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം എനിക്ക് സുഖമായി. നേരത്തെ അന്നൊക്കെ പേടിച്ചു പോലെ ഭയങ്കര അരച്ചിലായിരുന്നല്ല. ഇപ്പൊ അയ്യോ എന്നെ എന്ത് സംഭവിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നില്ല. എന്നെ രക്ഷപ്പെടുത്തി തന്നാ മതി ശിവന്റെ കാരുണ്യം കൊണ്ട്. രക്ഷപ്പെടുന്നു. ഇപ്പൊ തന്നെ ഇരുന്നില്ലേ? വൈദ്യര് പറയുന്നത് ഏത് അവസ്ഥയിലാണെന്ന് പറഞ്ഞാലും 20 മിനിറ്റ് കൊണ്ട് മിറാക്കിൾ സംഭവിക്കുന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ തെളിവാ. നമ്മൾ കണ്ടാ പോയിക്കൊണ്ട് വന്നത് ആ അമ്മയാണ് ഈ ഇരിക്കണേ. ഇപ്പം ആ ഒരു സിറ്റിങ്ങിന് 1500 രൂപ, 4500 രൂപയ്ക്ക് ആ രോഗം മാറിയിരിക്കും. അത് ഈ പറയുന്ന ആള് ചെന്നൈന്ന് വന്നതാണ്. 3 ഡിസ്ക് ആയിരുന്നു അല്ലേ? 3 ഡിസ്ക് ആയിരുന്നു ബൾജ് ചെയ്യുന്ന വെച്ചത്. ഇന്ന് 2ാമത്തെ സിറ്റിങ്, അടുത്ത സിറ്റിങ്ങിൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഈ വ്യക്തി വരണ്ട. അപ്പൊ അതില്ല, പുള്ളി തന്നെ പറയുന്നില്ല. എന്റെ പുറത്ത് ബഡ്ജ് ചെയ്തിരുന്ന എല്ലാം മാറി എന്ന് പുള്ളി തന്നെ പറയുന്നത്. பேக் பெயின் உட்கார முடியாது, நிற்க முடியாது, அந்த மாதிரி நடக்கிறதுக்கே கஷ்டமா இருந்தது. எங்க இடம் பார்த்தா அப்படி உட்காந்து அப்படி இருக்கு. அத்த ஸ்பீட்ல ஒന്നും നടക്കാൻ வராது. இது செகண்ட் டைம் செகண்ட் டைம். இப்போ ഈ ட்ரீட்மெண்ட் செகண்ட் டைம். இப்போ 2வது வரப்பே எனக்கு ஓரளவுக்கு நல்லா நான் இறங்கி நடந்து வர்றது செய்யறது இதெல்லாம் വലിയെല്ലാം ഓരോ കമ്മിയതാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് പ്രശ്നം? എന്തായിരുന്നു ആക്ച്വലി ഇദ്ദേഹത്തിന്റെ? ഡിസ്ക് ബൾജിങ് ആയിരുന്നു. 3-4 ഡിസ്കുകൾ ബൾജ് ചെയ്തിരുന്നു. നമുക്ക് ആ 20 മിനിറ്റ് മതിയോ ഈ ഡിസ്ക് ബൾജിങ് എന്ന് പറയുന്നത്? 20 വേണ്ട. ഡിസ്ക് ബൾജിങ് മാറ്റാൻ 20 വേണ്ട. പക്ഷേ ഇവരെ കൊണ്ട് എക്സർസൈസ് ചെയ്യിച്ച് ഇവരെ പഠിപ്പിച്ചാണ് വിടേണ്ടത്. അതിനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. ഒരു മെഡിസിൻ നമുക്ക് വേറെ വേണ്ട. ഇല്ല, ഒരു കടുകുമണി പോലും ഞാൻ മരുന്ന് കൊടുക്കില്ല. കൊടുത്തിട്ടുണ്ടോ അവരോട് ചോദിച്ചു. ഈ 2 പ്രാവശ്യം ഒരു മെഡിസിൻ മെഡിസിൻ ഒന്നുമില്ല. ഒന്നുമില്ല. വൈദ്യർ ഈ പറഞ്ഞ ചെയ്യുന്നത് എക്സസൈസ്
முட்டி முட்டி ப்ராப்ளம். ஃபர்ஸ்ட் டைம்ல நாங்க வர்றதுக்கு முன்னாடி இது மாதிரி பெண்ட் பண்றதுக்கு கஷ்டப்பட்டோம். ഇവിടുதான் வருவான். இப்போ நல்லா ஈஸியா பெண்ட். അത് ഞാൻ പറഞ്ഞുതരാം. ഈ പയ്യൻ ഇങ്ങനെ കുനിഞ്ഞു മുട്ട തൊടാൻ നേരം എന്റെ കാല് ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു, വളഞ്ഞു പോകും. ഇങ്ങനെ അങ്ങ് വളഞ്ഞു. ഇപ്പൊ അത് മാറി, ഇപ്പൊ നേരെ സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ കണ്ടോ, ഇതേപോലെ ചെയ്യാൻ പറ്റും. വൈദ്യുതി ഒന്ന് ചെയ്തേ. വൈദ്യുരെ ഇതിപ്പോ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ മുട്ടുവേദനയായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു. അദ്ദേഹം ഏതൊക്കെ ആശുപത്രി പോയിട്ടാണ് അദ്ദേഹം പറയട്ടെ. എവിടെയൊക്കെ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു ആക്ച്വലി? എനിക്ക് നടുവേദനയും ഈ മുട്ടുവേദനയും കൊണ്ട് എനിക്ക് നടക്കാനോ കുനിയാനോ പറ്റില്ല. ഞാനങ്ങനെ 3-4 ആയുർവേദ ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലും പോയി. അവസാനം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാണ് ഈ വൈകുണ്ഠം എന്ന് ഏറ്റ പേര്. ഈ വൈകുണ്ഠത്ത് വന്നാണ് എൻ്റെ നടുവേദനയും മാറി, എൻ്റെ മുട്ടുവേദനയും മാറി. ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നു. ഓക്കെ, 100% ഓക്കെ. ഈ മുട്ടുണങ്ങാന്ന് കാണിച്ചേ. കണ്ടല്ല, 2 പ്രാവശ്യം ഒരു പ്രോബ്ലം. ഈ നേരത്തെ ഈ മുട്ട് മടങ്ങില്ലായിരുന്നു അല്ലേ? സ്റ്റെയർ കയറാൻ പറ്റില്ലായിരുന്നു. സ്റ്റെപ്പ് പോലും കയറാൻ പറ്റത്തില്ലായിരുന്നു. സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഒരു സുഖമായിട്ട് ഒരു പ്രശ്നം. ഇതൊക്കെ ഇതിനപ്പുറം ഒന്നും പറയാനില്ല. നമ്മളൊന്നും ഇവിടെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം കാട്ടിത്തരാം. അടുത്തൊരു പേഷ്യന്റ് ആണ്. എന്താ പ്രശ്നം നമുക്ക് പേഷ്യന്റ് ചോദിക്കാം. എന്തായിരുന്നു മാഡം പ്രശ്നം? എന്തായിരുന്നു? എൻ്റെ കാലിന്റെ മുട്ടിന്റെ അവിടെ ഒരു ചെറിയ പ്രശ്നമായിട്ടാണ് വന്നത്. ഇവിടെ പ്രശ്നമൊന്നും മാത്രമല്ല, പാഡ് കിട്ടുന്നുണ്ടോ, വലിയ ബെൽറ്റ് ഒക്കെ കെട്ടിക്കൊണ്ട് ഞാൻ നടക്കാൻ വയ്യാതെ ബെൽറ്റ് കെട്ടി 2 ആഴ്ച കൊണ്ട് ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. ഞാനിവിടെ വന്ന് വൈദ്യരെ കണ്ടു, ഒറ്റ ട്രീറ്റ്മെന്റ് ബെൽറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് എന്നെ തിരിച്ചു വിട്ടു. വന്നപ്പോ ബെൽറ്റ് ഇട്ടു, തിരിച്ചു ബെൽറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയാണ് പോയത്. പിന്നെ വൈദ്യരുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നു, പിന്നെ എക്സസൈസ് അത് കണ്ടിന്യൂ ചെയ്യുന്നു. ആണ് അത് വൈദ്യർ പറയും, എക്സസൈസ് മുടക്കിയിട്ട് ഒരു പരിപാടിക്ക് ഇങ്ങോട്ട് വരണം. എക്സസൈസ് ചെയ്യാമെങ്കിൽ മാത്രം ഇവിടെ കയറിയാൽ ഒരു മരുന്നും കഴിക്കും. നട്ടെല്ലാണ് ആധാരം. അതിന് ആൾക്കാർ പറയുന്നത് സുഷുമ്ന നാഡി എന്ന്. അതിന്റെ യഥാർത്ഥ പേര് അതല്ല, സുഷുമ്ന പരമഹാനാഡി എന്ന്. പരമഹാനാഡി അവിടെ വരുന്ന പ്രശ്നമാണ് എല്ലാത്തിനും കാരണം. അതാണ് വൻകനാൽ. ബാക്കി ശരീരത്ത് 3 ലക്ഷത്തി ചില്ലുവാനം മീറ്റർ ഞരമ്പുകളുണ്ട്. ഈ ഞരമ്പുകളെല്ലാം ഉദ്ദീപിച്ച് കിട്ടുമ്പോൾ രോഗം മാറും. എൻ്റെ ഗുരു കരിങ്ങന്നൂർ പ്രഭാകരൻ വൈദ്യനാണ്. നന്ദികേട് പറഞ്ഞു. അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ച സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പഠിപ്പിച്ചതിൽ ഉപരി പിന്നെ ഞാൻ പഠിച്ചു. അദ്ദേഹമാണ് എന്നെ ഹാർട്ട് കംപ്ലൈന്റ് പോലും എന്നുവെച്ചാൽ ബൈപ്പാസ് ചെയ്യേണ്ടതും ആൻജിയോഗ്രാം ചെയ്യേണ്ടതും ആൻജിയോപ്ലാസ്റ്റ് ചെയ്യേണ്ടതായ രോഗം പോലും ഞാൻ ഒരു മരുന്നും ഇല്ലാതെ ഹാർട്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് മാറ്റും, വെല്ലുവിളിച്ചുകൊണ്ട് മാറ്റും. എനിക്ക് വേറെ തലയാണപ്പുറത്ത് കിടത്തി ഉരുട്ടിക്കൊണ്ട് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ 100% അയാളുടെ ഹാർട്ട് ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. ആ നിമിഷം തന്നെ അവർ നല്ല ആരോഗ്യമായിട്ട് എണീറ്റ് വരും. ബൈപ്പാസ് കഴിഞ്ഞവരെ ഇനി വീട്ടിൽ ഇരുന്ന് ഒരു ജോലിയും ചെയ്യാതിരുന്നു എല്ലാം കഴിച്ചോളാൻ പറഞ്ഞവരെയൊക്കെ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ രോഗം മാറ്റി അവരെ എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാ ജോലിയും ചെയ്യിക്കുന്നുണ്ട്. ഇത് അവർ വേല ചെയ്ത് ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ലോകത്തെ അറിയിക്കേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വിഷമിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബ്ലോക്ക്, അതുപോലെ ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടൊക്കെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അങ്ങോട്ടുള്ളവർ നേരെ ഇങ്ങോട്ട് പോയി വൈദ്യുതി ചലഞ്ച് ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നം മാറ്റി തന്നിരിക്കും, നിങ്ങളുടെ രോഗം മാറ്റി തന്നിരിക്കും. ആ ചലഞ്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ധൈര്യമായിട്ട് വാ. നിങ്ങൾ മുട്ട് ഓപ്പറേഷൻ ചെയ്ത് സ്റ്റീൽ വെച്ചിരിക്കുന്നവർ വരരുത്. ഒരു കണ്ടീഷൻ ഉണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സ്റ്റീൽ വെച്ചിട്ടുള്ളവർ വരണ്ട അല്ലേ? അവർ മാത്രം മാറില്ല. അതേസമയം മുട്ടുവേദനയായിട്ട് കീഹോളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ചെയ്തവർ വന്നാൽ മാറും. ഏത് തേയ്മാനവും മാറും. 100% മാറും, ഒരു മരുന്നും ഇല്ലാതെ. കറക്റ്റ് സ്ഥലം എവിടെയാ വരുന്നത്? കർക്കിടക ചികിത്സ പ്രധാനമായി ഇവിടെ നടക്കുന്നുണ്ട്. ഉണ്ട്. കൊല്ലം ജില്ലയിൽ ചവറ കൊറ്റംകുളങ്ങര, അതാണ് നമ്മുടെ സ്ഥലം. നാഷണൽ ഹൈവേയിലാണ്. ആരോടും നടന്ന് തിരക്കണ്ട. കൊറ്റംകുളങ്ങര അമ്പലത്തിന് പടിഞ്ഞാറ് സൈഡിലാണിത്. ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടി പറഞ്ഞുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സ്ഥലം. കയ്യിലുള്ള പൈസ വലുതായിട്ട് വേണ്ട, വലിയ പൈസ നിങ്ങൾ വരണ്ട. 1400 അല്ലേ? 1500 രൂപ ഒരു പ്രാവശ്യം വരുന്നതിന്. വില ഉൾപ്പെടെ പറയുകയാണ്. 4ാമത്തെ പ്രാവശ്യം ഈ വൈദ്യുതി പറഞ്ഞ എന്ത് രോഗമാണെങ്കിൽ അത് മാറിയിരിക്കും. അതും ഗ്യാരണ്ടിയാണ്. അപ്പം താഴെ നമ്മൾ കോൺടാക്ട് ചെയ്യാം. വീണ്ടും മറ്റു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.